നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ എ ബഷീർകുട്ടിയാണ്. ഡോക്ടർ ബഷീർകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കോളജി വിഭാഗം ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, പൊതുവെ കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വലിയൊരു മേഖലയാണ്, ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. എന്നാലും വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ, വളരെയധികം പൊരുത്തക്കേടുകളും പൊരുത്തങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖല. എങ്ങനെയാണ് ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രധാനമായിട്ട് കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ്. ഇപ്പോൾ സാധാരണ ഭാര്യ ഭർത്താവ് ഏറ്റവും അധികം അടുപ്പവും സ്വാതന്ത്ര്യവും വാത്സല്യവും സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കേണ്ട രണ്ട് വ്യക്തികളാണ്. കാരണം മറ്റ് ഏത് ബന്ധത്തെക്കാളും വളരെ സ്വതന്ത്രമായിട്ട് ഇടപെടേണ്ട ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. പലപ്പോഴും അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതെ ബന്ധം നിൽക്കുക, അപ്പോൾ അവിടെ പൊരുത്തക്കേട് എന്ന് പറയും. അപ്പോൾ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പരസ്പരം സ്നേഹം ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുക, വാത്സല്യമില്ലാത്ത രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ പൊരുത്തക്കേട് എന്ന് നമ്മൾ കണക്കാക്കും. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയുന്നു, പക്ഷേ അവിടെ ഒരു പരസ്പര ധാരണയില്ല, പരസ്പര സ്വാതന്ത്ര്യമില്ല, സംസാരിക്കാറില്ല, അല്ലെങ്കിൽ സംസാരിച്ചാൽ തന്നെ ഒരു ഫ്രണ്ട്ലി അല്ല, വളരെ അവിടെ ഒരു ഊഷ്മളതയില്ല. ഈ രീതിയിൽ വരുമ്പോഴാണ് അവിടെ നമ്മൾ പൊരുത്തക്കേട് എന്ന് പറയുക. അപ്പോൾ സാധാരണ കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റുള്ളവർക്കുമൊക്കെ ഇത് ബാധിക്കാം. സാധാരണ കുട്ടികളെ ബാധിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വരുന്നതിന് മുമ്പാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ഇത് ബാധിക്കാം. അപ്പോൾ ഇങ്ങനെ കുടുംബ പ്രശ്നം, പക്ഷേ അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ഇതിന് അധിഷ്ഠിതമായിട്ടാണ് ബാക്കി പ്രശ്നങ്ങൾ മറ്റുള്ളവരെ ബാധിക്കുന്നത്. ഈ കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു രണ്ട് പേർ വിവാഹം കഴിക്കുമ്പോൾ മുതൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, ചിലപ്പം വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക. ഒരു ചികിത്സ ആവശ്യമായ, അല്ലെങ്കിൽ മേജറായ ഒരു ഇഷ്യൂ ആകുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇത് മേജർ ഇഷ്യൂ പലപ്പോഴും വിവാഹത്തിന് തൊട്ട് മുമ്പ് മുതൽ തന്നെ, വിവാഹത്തിന് ശേഷമല്ല ഇന്നത്തെ കാലത്ത് വിവാഹ പ്രോബ്ലംസ് വരുന്നത്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അതിനുശേഷം വിവാഹത്തിലേക്ക് കാത്തിരിക്കുകയാണ്. അതിന് മുമ്പുള്ള പൊരുത്തക്കേടുകൾ മുതൽ വിവാഹത്തിൻ്റെ ആദ്യ ദിവസം, ആദ്യ രാത്രി തുടങ്ങി, പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും പ്രശ്നങ്ങൾ വന്ന്, പിന്നെ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവാം, ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എവിടെയും നമുക്ക് ചികിത്സയുടെ ആവശ്യം വരാം. ചിലപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു ആവശ്യം വന്നേക്കാം. വിവാഹം തുടങ്ങും, ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, വിവാഹ തീയതി തീരുമാനിച്ചു, പക്ഷേ അതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ പറയുകയാണ് എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയുന്ന സ്ഥലം മുതൽ ഇതിൻ്റെ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം വരികയാണ്. അവിടെ ഇടപെടലിൻ്റെ ആവശ്യം അവിടെ തുടങ്ങുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്കൊരു കാലഘട്ടം എവിടെയാണെന്ന് പറയാൻ വയ്യ. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് മറ്റുള്ളവർ സ്വയം അവർക്ക് പരിഹരിക്കാൻ പറ്റാതെ വരികയോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഇതിന് പറ്റാതെ വരികയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ ആവശ്യം വരുന്നത്. സാധാരണഗതിയിൽ കാണപ്പെടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ അനവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ, ഒന്ന് ഈ പരസ്പരം മനസ്സിലാക്കാതെ വിവാഹത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഭാര്യയെക്കുറിച്ച് കുറേ സങ്കല്പങ്ങൾ കാണും, ഭർത്താവിനെക്കുറിച്ച് കുറേ സങ്കല്പങ്ങൾ കാണും. പക്ഷേ ഇതൊക്കെ ഉണ്ട് എന്നുള്ള അസംഷനിൽ മുമ്പോട്ട് പോവുകയും വിവാഹം കഴിയുകയും, എന്നിട്ട് ഈ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തമില്ലാത്ത അവസ്ഥയിൽ വരുന്നു. അവിടെ മുതൽ അതുപോലെ തന്നെ അതൊരു പ്രശ്നം. രണ്ടാമത് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഭാര്യയ്ക്കോ ഭർത്താവിനോ ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തന ശേഷി ഇല്ലായ്മ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള കഴിവില്ലായ്മ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അതാവാം. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാം. മുൻകാലങ്ങളിൽ ബുദ്ധിമാന്ദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല പാരാമീറ്റേഴ്സ് സമൂഹത്തിലുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസ നിലവാരം. പണ്ട് കാലത്ത് 10ാം ക്ലാസ് വരെ ഒരാൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ, 10ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഊഹിക്കാം അയാൾ പിന്നെ ആവറേജ് ബുദ്ധിശക്തി ഉള്ള ആളാണെന്ന് കരുതാം. പക്ഷേ ഇന്നത് പറ്റില്ല. ഇന്ന് ബുദ്ധിമാന്ദ്യം ഉള്ളവർ പോലും പിന്നെ എൻജിനീയറിംഗ് കോഴ്സുകൾക്കും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കുകയും ബുദ്ധിമാന്ദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതും ഇതുപോലെ വരാം. ഫാമിലി കോർട്ടുകളിൽ കെട്ടിക്കിടക്കുന്ന നല്ല ശതമാനം കേസുകളും ബുദ്ധിമാന്ദ്യത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും.
അപ്പോൾ അതങ്ങനെ വരും. പിന്നെ സംശയരോഗം എന്ന് പറയുന്ന അവസ്ഥ, വിവാഹത്തിന് ശേഷം, വിവാഹത്തിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംശയരോഗം ഉണ്ടാവാം, വിവാഹം കഴിഞ്ഞ അടുത്ത സമയങ്ങളിൽ തന്നെ ഉണ്ടാവാം, അത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മറ്റൊരാളുമായിട്ട് അടുപ്പം ഉണ്ടാവുക. ചിലപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള അടുപ്പം പിന്നെയും പുനർജീവിക്കുക, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഈ നേരത്തെ നെൽവിൻ സൂചിപ്പിച്ചതുപോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം വേറൊരാളുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരിക. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം ഇങ്ങനെ തുടങ്ങി ചിലപ്പോൾ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ പ്രത്യേക സ്വഭാവങ്ങളുടെ കുഴപ്പം. ഇതെല്ലാം കുടുംബ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. സംശയരോഗം എന്നത് അത് ചിലപ്പോൾ നമുക്ക് നോർമലി ബന്ധുക്കൾ തമ്മിൽ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതൊരു വിവാഹ ജീവിതത്തിലാകുമ്പോൾ കൂടുതൽ പ്രശ്നമാകും. എങ്ങനെയാണ് സംശയരോഗം ഉണ്ടാകുന്നത്? അതിനുള്ള ചികിത്സ എന്താണ്? സംശയരോഗം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ബയോളജിക്കലായുള്ള കാരണങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഒരു ആത്മവിശ്വാസക്കുറവാണ്. അയാൾക്ക് തന്നെ വിശ്വാസമില്ല. ഈ ഒരു മനസ്സും ആയിട്ട് ജീവിക്കുന്ന ആളിന് സ്പൗസ് അല്ലെങ്കിൽ പങ്കാളി ആരെങ്കിലും ആയിട്ട് കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഇടപെടുന്നത് കണ്ടാൽ എൻ്റെ ആ സ്ഥാനം ചോർന്നു പോകുമോ, മറ്റേ ആൾ ഇവരുടെ മനസ്സിൽ കയറി കൂടുമോ എന്നുള്ള ചിന്ത. അപ്പോൾ ആത്മവിശ്വാസക്കുറവ് വരാം ഒന്ന്. പിന്നെ പങ്കാളിക്ക് സ്വന്തം അല്ലാത്ത, ഇപ്പോൾ ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്ക് തന്നെക്കാളും കൂടുതൽ കഴിവുണ്ടെന്ന് തോന്നുന്നു, ചില സാഹചര്യങ്ങൾ അങ്ങനെ വരും. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നിൽക്കുമ്പോൾ വേറൊരാൾ ഈ ഭാര്യയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നു കൂടുതലായിട്ട്. അപ്പോൾ കുറച്ച് ആത്മവിശ്വാസക്കുറവുള്ള ഭർത്താവാണെങ്കിൽ അവിടെ സംശയരോഗത്തിൻ്റെ വിത്ത് മുടയ്ക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ചിലപ്പം ഭർത്താവ് അറിയാതെ ചില ഭാര്യമാർ ഉണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഭർത്താവ് അറിയണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി പറയുക, ഒളിച്ചു വയ്ക്കുക. എന്നാൽ അത് വളരെ ആർക്കും ദോഷമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ പിന്നീട് ഭർത്താവിൻ്റെ ശ്രദ്ധയിൽ ഇത് വരികയും അത് വലിയൊരു സംഭവമായിട്ട് എടുക്കുകയും പിന്നെ ഭാര്യ പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ വരും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കോട്ടയത്ത് നിന്നാണ് നിസാം. നിസാം, ഡോക്ടറുണ്ട്, സംശയം ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഭാര്യ കുറച്ച് എപ്പോഴും ഈ സംശയമാണ്. കാരണം എന്താ വെച്ചാല് ഞാൻ ഈ ഫോണ് ചെക്ക് ചെയ്യും, ഞാൻ വിളിക്കുന്ന പരിപാടികള് അങ്ങനെയൊക്കെ ഉള്ള ഇതാ. പിന്നെ നമ്മൾ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പോലും വളരെ രോഷമായിട്ടൊക്കെ സംസാരിക്കും. കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളെന്തോ ഒരു സംശയം പോലെ എപ്പോഴും പെണ്ണുങ്ങളൊക്കെ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കണ്ട് സംസാരിച്ചാൽ തന്നെ അതൊക്കെ അതിനെ ചൊല്ലിയൊക്കെ പിന്നെ ഇങ്ങനെ സംശയത്തിന്റെ രീതിയിലുള്ള സംസാരവും ഒക്കെയാണ് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഭർത്താവായിട്ട് നിങ്ങളുടെ റോൾ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ അവർ പെരുമാറുമ്പോൾ എന്താ ചെയ്യുന്ന സാധാരണ? മിണ്ടായിരിക്കുള്ളൂ അല്ലേ? അവരെ ഉപദ്രവിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യാറില്ലേ? കുറച്ചൊക്കെ ഇല്ലല്ലേ? ശരി. അപ്പൊ ഇങ്ങനെ വരുമ്പോ സാധാരണ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്നായിരിക്കും ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നിങ്ങളുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒരു സുതാര്യത ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഭാര്യയ്ക്ക് തോന്നിക്കാണാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോൺ വരുന്നു, ഉദാഹരണത്തിന് ഫോൺ വരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാതെ കുറച്ച് ദൂരോട്ട് പോയി സംസാരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയുടെ മുന്നിൽ വെച്ച് പറയാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ സംശയം തോന്നാവുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ ആരൊക്കെ വിളിക്കും, ചില ഭാര്യ ചോദിക്കും ആരാ വിളിച്ചിരുന്നതെന്ന്, ഒരു വെറുതെ ചോദിക്കുന്നത്, ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ചോദിക്കുമ്പോൾ അതിപ്പോൾ താൻ എന്തിനാ അറിയുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ അറിയുന്നത് എന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തൊരവസ്ഥ. അപ്പൊ ചെക്ക് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫോൺ അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ അവരുടെ സംശയം മാറും. ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ചെക്ക് ചെയ്തോട്ടെ, കാരണം ഭാര്യയ്ക്ക് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ അവർക്കും കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. മാത്രമല്ല വഴക്ക് പറയാതിരിക്കുക, കൂടുതൽ സമയം അവർക്ക് കുറേ സമയം നിങ്ങൾ കൊടുക്കുക. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുക, അവരെ കൂടെ സംസാരിക്കുക, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുക. പുറത്തൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ള താല്പര്യമുണ്ടെങ്കിൽ പോവുക. അതുപോലെ ന്യായമായ കാര്യങ്ങൾ വല്ലപ്പോഴെങ്കിലും ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ നിങ്ങളുമായിട്ടുള്ള വിശ്വാസം കൂടും, സ്വാതന്ത്ര്യം കൂടും, നിങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരം കൂടും. അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട്. വിളിച്ചു തന്നെ വളരെയധികം നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഒരു ഇടവേള.
ഡോക്ടർ, നമ്മൾ ഇപ്പം ഇൻലോസിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പലപ്പോഴും അവരുടെ ഉള്ളിൽ കിടന്ന് പുകയുന്ന ഒരവസ്ഥയുണ്ട്. പരസ്പരം ചർച്ച ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക, അവരുടെ ഉള്ളിൽ തന്നെ അത് പറഞ്ഞ് പരിഹരിക്കാതെ നിന്ന് പുകയുന്ന ഒരവസ്ഥയുണ്ട്. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതിൽ എങ്ങനെയാണ് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്? അത് പരസ്പരം എന്തെങ്കിലും ഒരു സംശയമോ ബുദ്ധിമുട്ടോ വന്നാൽ ഒന്നുകിൽ അവർക്ക് പരസ്പരം സംസാരിക്കാം. പലപ്പോഴും അവർ സംസാരിക്കുന്നതിന് പകരം രണ്ടുപേരും വേറെ ആരെങ്കിലും ഇടപെടുത്തുന്നതാണ് പതിവ്. ഒന്നുകിൽ വീട്ടുകാരാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം. അപ്പോൾ തേർഡ് പേഴ്സൺ ആയിരിക്കും ഈ വ്യക്തിയോട് ചോദിക്കുക. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും ആദ്യം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ഈ ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ടാവും. ഈ ആരാണ് അപ്പം അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളിനോട് സംസാരിക്കാനായിരിക്കും ഇഷ്ടം. ചിലപ്പോൾ സ്വന്തം അമ്മയോടായിരിക്കും പെൺകുട്ടികൾ സംസാരിക്കുക, അല്ലെങ്കിൽ ചേച്ചിയോടായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തിനോടായിരിക്കും. അതുപോലെ ആൺകുട്ടിയും അതുപോലെ സ്വന്തമായിട്ട് സംസാരിക്കാതെ ഇവർ തമ്മിൽ സംസാരിക്കാതെ വേറൊരാളോടായിരിക്കും പെട്ടെന്ന് പറയുക. ഇതിൻ്റെ കാരണം രണ്ടുപേരും കുറേ സെറ്റ് ഓഫ് ഐഡിയാസ് ആയിട്ടായിരിക്കും വരുന്നത്. മുൻധാരണ ഉണ്ടാവും. പല സംഭവങ്ങളെക്കുറിച്ചുള്ള മുൻധാരണ. വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പങ്കാളി പെരുമാറുക എന്ന് എവിടെ നോക്കി കിട്ടിയ ധാരണയായിട്ട് വരും. ഈ ധാരണയിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടില്ല. അനുഭവത്തിൽ അങ്ങനെ ആയിരിക്കില്ല അവർ. അവിടെ സംശയം തുടങ്ങും, അവിടെ പേടി തുടങ്ങും. അപ്പോൾ അവിടെ തന്നെ ഒരു സംശയത്തിൻ്റെ രീതിയിൽ മാറി നിൽക്കും, അല്ലെങ്കിൽ പങ്കാളിയോട്ട് സംസാരിക്കാതെ വരും. അപ്പോൾ ഇത് മറ്റേ ആളിനും സംശയങ്ങൾ വരും. അങ്ങനെയാണ് പലപ്പോഴും തുടങ്ങി വയ്ക്കുക. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ, അസാധാരണമായ എന്ത് സംഭവം വന്നാലും പങ്കാളികൾ തമ്മിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ സൗകര്യാർത്ഥം വേറെ ആളിനെ ഏർപ്പെടുത്തുക. ഒന്നും അല്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും പ്രൊഫഷണൽ ഹെൽപ്പിന് പോവുക. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു വഴി. പലപ്പോഴും അറിയില്ല. ഇപ്പോൾ ലൈംഗിക കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും പലപ്പോഴും തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു പങ്കാളിക്ക് ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വരാം. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ലൈംഗികത എന്താണെന്ന് അറിയില്ല. എന്താണ് ഈ ലൈംഗികം, എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയില്ല. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. എത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും ശരി, വലിയ ഉദ്യോഗം ഉണ്ടെങ്കിലും പലർക്കും ഇതെന്താണെന്ന് അറിയില്ലായിരിക്കും. കാരണം സത്യമാണ്. കാരണം ബാക്കിയെല്ലാം പഠിക്കുന്നതിൽ ഇത് പഠിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ അരാജകത്വമൊക്കെ ഉണ്ടെങ്കിലും, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിലും ഒരുപാട് വ്യക്തികൾ ഇതൊന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അറിയാത്ത ആളുകൾ ചിലപ്പം ഈ മുൻധാരണ വെച്ചിട്ട് പ്രവർത്തിക്കുകയും അതിൽ ഫലം കാണാൻ വരികയും ചെയ്യുമ്പോൾ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുണ്ട്. സ്വയം കുഴപ്പമായിരിക്കും, പക്ഷേ പങ്കാളിയെ കുറ്റപ്പെടുത്തും. അങ്ങനെ വലിയ പ്രശ്നമായി വരും. ആ വിശ്വാസം അവിടെ തന്നെ തകരും. പിന്നീട് എന്തൊക്കെ വന്നാലും ശരി, അവർ തമ്മിൽ അടുക്കാൻ പറ്റാത്ത വിഷമങ്ങൾ വരും, അല്ലെങ്കിൽ അകൽച്ച കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പങ്കാളികൾക്ക് തന്നെ സംസാരിക്കുകയോ, അല്ലെങ്കിൽ എനിക്കൊന്നും കൂടുതൽ അറിയില്ല എന്നൊരു ധാരണയിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് അധികമൊന്നും അറിയില്ല. അപ്പോൾ പങ്കാളിയുടെ ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ സഹായം എടുക്കുക. എന്നിട്ട് രണ്ടുപേർ കൂടെ അവർ ഒരു തീരുമാനത്തിലെത്തുകയും എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യണം. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ കൂടുതൽ അടുപ്പം ഉണ്ടാവാത്ത പങ്കാളികളായിരിക്കും. ഈ ചിലർ ഈ കൂടുതൽ ഫോണൊക്കെ ചെയ്ത് അടുപ്പമുണ്ടെങ്കിലും വിവാഹം കഴിയുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഈ അടുപ്പത്തിൻ്റെ ഒരു ലെവൽ വ്യത്യാസമായിരിക്കും. ഫോണിൽ കൂടെ സംസാരിക്കാൻ വളരെ ഫ്രീ ആയിരിക്കും, പക്ഷേ അടുത്ത് കാണുമ്പോൾ അത്രയും ഫ്രീ ആയിരിക്കില്ല അവർ. അപ്പോൾ അത് കുറച്ചുകൂടെ അടുപ്പം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സമയത്തിന് വിടുകയും കുറേ സമയം കഴിഞ്ഞിട്ടൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വിവാഹപൂർവ്വ ലൈംഗികതയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതും വളരെയധികം കോമൺ ആയിട്ട് കാണുന്നുമുണ്ട്. അത് എത്തരത്തിലാണ് വിവാഹ ജീവിതത്തിൽ എത്തുമ്പോൾ പ്രശ്നങ്ങൾ? വിവാഹ ജീവിതത്തിന് മുമ്പുള്ള ലൈംഗിക പ്രശ്നം രണ്ട് കൂട്ടർക്കും വലിയ പ്രശ്നമാണ്. പെൺകുട്ടിക്കാണെങ്കിൽ കുറ്റബോധം കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം വിവാഹ ജീവിതത്തിൽ വരുമ്പം ലൈംഗികതയിൽ ഒരു മടിച്ചിട്ടായിരിക്കും മുമ്പോട്ട് പോവുക. കാരണം തെറ്റുകാരിയാണെന്നുള്ള, വേണമോ വേണ്ടോ, അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ള കുറ്റബോധത്തിൽ പോകുമ്പം അവിടെ തടസ്സങ്ങൾ വരാറുണ്ട്. ചില പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹ ജീവിതം നടന്നതല്ലേ, നേരത്തെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഹസ്ബൻഡിൻ്റെ മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ് സത്യം പറഞ്ഞിട്ട് നല്ലൊരു ജീവിതം തുടങ്ങാം എന്ന് വിചാരിക്കും. പെൺകുട്ടികൾ പൊതുവെ അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും ഹസ്ബൻഡ് ക്ഷമിക്കും, സഹിക്കും എന്നുള്ളൊരു ധാരണയിൽ എല്ലാ കാര്യങ്ങളും ആദ്യ രാത്രി തന്നെ തുറന്നു പറയും, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ തുറന്നു പറയും. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഈ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലും ഭയമുണ്ട്. ഒരു ഫോബിയ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ലൈംഗിക ബന്ധത്തിന് അമിതമായ ഭയം, അർത്ഥശൂന്യമായ ഭയം, ഫോബിയ. സാധാരണ ഭയമല്ല, അത് കുറച്ചുകൂടെ വലിയ ഭയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭയമുള്ള കുട്ടികളുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഗർഭിണിയാവുന്ന അവസ്ഥയെക്കുറിച്ച് ഭയമുള്ളവരുണ്ട്. അപ്പോൾ അതും ലൈംഗിക ബന്ധത്തിനെ ബാധിക്കും. ചില കുട്ടികൾക്ക് ഇത് രണ്ടുമല്ല, ഈ പ്രസവം എന്നുള്ള പ്രക്രിയ, ചൈൽഡ് ലേബർ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ടെൻഷൻ, വിഷമമായിരിക്കും, ഭയങ്കര പേടി, വല്ലാത്ത ഭയം. സാധാരണ പേടിയല്ല, അത് കുറച്ചുകൂടെ എക്സ്ട്രീം ഭയമാണ്, ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സ വേണ്ടി വരും. ആൺകുട്ടിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ വിവാഹപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ചോദിച്ച പോലെ
നേരത്തെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ മിക്ക ആൺകുട്ടികളും നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിൽ പോകുന്ന നല്ല ആൺകുട്ടികൾ അവിടെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടായിരിക്കും വരിക. കാരണം വല്ലാത്ത ടെൻഷനിലും പേടിയിലും ആയിരിക്കും ഒരു അന്യ സ്ത്രീയുടെ അടുത്ത് പോവുക. അപ്പോൾ അവരുടെ അടുത്തൊരു സ്വാതന്ത്ര്യക്കുറവുകൊണ്ടും ഇതൊരു ശാരീരിക പ്രവർത്തനം മാത്രമല്ല, മനസ്സും കൂടെ ഉൾപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിന് വളരെ പങ്കുണ്ട്. അപ്പോൾ ഭയത്തിലും ഉത്കണ്ഠയിലുമായിരിക്കും വേറൊരു പെൺകുട്ടിയുമായിട്ട് ഇവർ ബന്ധപ്പെടാൻ പോവുക. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ലൈംഗികശേഷി ഉള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാര്യമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കയ്യിരുന്ന പൈസയും പോയി, നാണക്കേടുമായി, കുറ്റബോധമായി, ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, എൻ്റെ വെർജിനിറ്റി നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ തോന്നുകയും അവിടെ ഈ പരാജയം ഏറ്റുവാങ്ങും. ചിലപ്പോൾ ഈ പരാജയം ഏറ്റുവാങ്ങിയിട്ട് എന്നാൽ ഒന്നും കൂടെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും പോകും. ഈ ടെൻഷനിൽ പോകുമ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റും ഇതുപോലെ തന്നെ നല്ല ഫെയിലുവർ ആവും. ചിലപ്പോൾ 2 or 3 ഫെയിലുവർ നടത്തിയിട്ടായിരിക്കും വിവാഹത്തിലേക്ക് വരിക. അപ്പോഴെങ്കിലും ഈ മനുഷ്യന് ഒരു കൗൺസിലിങ്ങിന് പോകാറില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന പലരും കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഇങ്ങനെയൊക്കെ പോയി പരീക്ഷിച്ചിട്ട് ഫെയിലുവർ ആകുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പലരും ഇങ്ങനെ പോകാറില്ല, എന്നിട്ട് പോയി വിവാഹം കഴിക്കും. ചില വിവാഹമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇതൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ അയാളുടെ ഉദ്ദേശം നല്ലതായിരിക്കും, കാരണം വിവാഹ ജീവിതം നന്നായിരിക്കാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പോവുക. ഈ ഒരു ധാരണയിൽ ഭാര്യയെ അഭിമുഖീകരിക്കും അല്ലെങ്കിൽ സമീപിക്കും. കാരണം അയാളുടെ മനസ്സ് നിറച്ചൊരു പരാജയമാണ്, 2-3 പ്രാവശ്യം എനിക്ക് പരാജയപ്പെട്ടു. അപ്പോൾ ആ ഒരു ധാരണയിൽ ദൈവമേ ശരിയാവണേ എന്നുള്ള ആ ഒരു ചിന്തയിലും പ്രാർത്ഥനയിലും ആയിരിക്കും സ്വന്തം ഭാര്യയെ സമീപിക്കുക. അങ്ങനെ സമീപിക്കുമ്പോൾ നാച്ചുറലായിട്ട് ആദ്യ സമയങ്ങളിൽ പരാജയപ്പെടാനുള്ള സാധ്യത 100%, അല്ലെങ്കിൽ 100-നോട് അടുത്ത ശതമാനം പരാജയപ്പെടും. ഇത് ഈ പാവ മനുഷ്യന് അറിയില്ലായിരിക്കും. അതോടുകൂടി അയാൾ മുദ്ര കുത്തും, എനിക്ക് പറ്റില്ല, എൻ്റെ പ്രശ്നം, എനിക്കിത് നടക്കാൻ പറ്റില്ല എന്നങ്ങ് ധരിക്കുകയും അതിൻ്റെ പേരിൽ പിന്നെ ചില നല്ല കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ചികിത്സയ്ക്ക് പോകും, ചിലപ്പോൾ ഈ പ്രശ്നം ആരോടത്തെങ്കിലും പറയും. ചിലരിതൊന്നും പറയാതെ പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണായിരുന്നില്ല, അതുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. മിക്കവാറും പെൺകുട്ടികൾ ഈ ആൺകുട്ടികളെക്കാൾ ഇക്കാര്യത്തിലൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. കാരണം അവർ ഇതങ്ങ് ഏറ്റെടുക്കും. ഈ ആൺകുട്ടി പറയുന്നത് പെൺകുട്ടി അങ്ങ് വിശ്വസിക്കുകയും എൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ എന്നുള്ള ധരിച്ചിട്ട് ചിലപ്പോൾ ആരോടും പറയാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെയും പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതങ്ങ് ലൈംഗിക കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്ക് കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു, ഒപ്പം തന്നെ ബുദ്ധിമാന്ദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് എത്തരത്തിലാണ് ബാധിക്കുക കുടുംബജീവിതത്തെ? ബുദ്ധിമാന്ദ്യം പല തരത്തിലുണ്ട്. ഇപ്പം മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്ന് പറയും. മൈൽഡ് എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ബുദ്ധിമാന്ദ്യം. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ നോർമൽ ആളിനെ പോലെ ഇരിക്കും. ഈ ശാരീരിക രൂപം കണ്ടാൽ വേറെ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ ചെറിയ കുട്ടികളെ പോലെ ആയിരിക്കും. 25 വയസ്സുള്ള 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ബുദ്ധിമാന്ദ്യമുണ്ട്, ഇപ്പോൾ മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള ആളാണെങ്കിൽ ചെറിയ കുട്ടികളെ പോലെ ആയിരിക്കും. കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ താഴോട്ട് ഈ ബുദ്ധിശക്തി IQ 70-ന് താഴെ ആകുമ്പോഴാണ് നമ്മൾ ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നത്. അത് 50 വരെയാണ് മൈൽഡ്. 50-ന് താഴെ വീണ്ടും 35 എന്ന് പറയുന്ന കണക്ക് വരെ വരുമ്പോൾ വീണ്ടും ബുദ്ധിമാന്ദ്യമുണ്ട്, മോഡറേറ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ വിവാഹം കഴിക്കാൻ പാടില്ലാത്തതാണ്, ഈ 35-ന് മുകളിൽ 50-ന് താഴെ. പക്ഷെ അവർ വിവാഹം കഴിക്കാറുണ്ട്. ശാരീരിക ഘടന കറക്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും വിവാഹം കഴിക്കും. നോർമലായിട്ടുള്ളൊരു ഭാര്യയായിരിക്കും കിട്ടുക. ഇയാൾക്ക് ഭർത്താവിൻ്റെ കടമകളൊന്നും ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ലൈംഗിക ബന്ധം വേറൊരു കാര്യം, അത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധം, ഭാര്യയുടെ ആവശ്യങ്ങൾ എന്താണ്, ഭാര്യയുടെ എന്ത് സംസാരിക്കണം, എന്തൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഭാര്യ പ്രതീക്ഷിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടില്ല. ഒരു ചെറിയ കുട്ടി വലിയ രൂപത്തിൽ, ചെറിയ കുട്ടിയുടെ മനസ്സും സാധാരണ ഒരു പുരുഷനെ ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ള ഒത്തിരി കേസുകളുണ്ട്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പത്തനംതിട്ട എന്നാണ്. പേരെന്താണ്? സന്ധ്യ. സന്ധ്യ, ഡോക്ടറുണ്ട്, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഈ മദ്യപാനം കുടുംബത്തില് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. അതിന് നമുക്ക് മദ്യപാനി അറിഞ്ഞ ഒരിക്കലും ഒരു കാര്യത്തിലേക്കും സഹകരിക്കത്തില്ല. അപ്പൊ നമുക്ക് സ്വന്തമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമോ? നമുക്ക് അങ്ങനെ പറ്റില്ല. അടുത്തുള്ള ഏതെങ്കിലും ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധരെ സമീപിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ആ മദ്യം കഴിക്കുന്ന വ്യക്തിയെ പ്രേരിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഏതെങ്കിലും സുഹൃത്തോ ബന്ധുക്കളോ അവരുടെ സഹായം തേടിയിട്ട് ചികിത്സയ്ക്ക് വിധേയമാക്കാം, ശ്രമിക്കാം. പിന്നെ നിങ്ങൾ ജോലിയുള്ള ആളാണോ?
ജോലിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം എന്തെങ്കിലുമൊക്കെ തൊഴിൽ കണ്ടെത്താനും സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെയുള്ള ഒരു ഏത് പ്രായമായിരുന്നാലും ശരി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം വേണം. കാരണം നിങ്ങളൊരു അടിമ അല്ല എന്ന് ഭർത്താവിനും തോന്നണം, നിങ്ങൾക്കും തോന്നണം. നിങ്ങൾക്ക് തോന്നുക എന്നുള്ളതാണ് പ്രധാനം. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂരിന്ന് രാജേഷ് എന്നാണ് പേര്. രാജേഷ്, ഡോക്ടറുണ്ട്, സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ രാജേഷ്. വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് ഒരു ചെറിയ വഴക്കുകളൊക്കെ നിരന്തരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം കുട്ടികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ചില സമയത്ത് ദേഷ്യം പെട്ടെന്ന് കൂടി കൂടണം. ആർക്കാണ്, രാജേഷിനാണോ ഭാര്യക്കാണോ കൂടുന്നത്? എനിക്കാണ് ദേഷ്യം കൂടുന്നത്. ആണല്ലേ? അപ്പൊ ഭാര്യയോട് സ്നേഹമുള്ള ആളാണോ? അതെ അതെ. കുട്ടികളോടും സ്നേഹമുണ്ടല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഈ ഭാര്യയും ഭർത്താവിൻ്റെ മാനസികാവസ്ഥ രണ്ടുപേരും രണ്ടാണ്. അപ്പോൾ ഈ സ്ത്രീകൾ പൊതുവേ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഈ കുട്ടികളെ പോലെ പെരുമാറും, വൈകാരികമായിട്ട് പെരുമാറുന്നവരായിരിക്കും സ്ത്രീകൾ. പിന്നെ അവരുടെ ഉള്ളിൽ ഒരുപാട് നന്മയുണ്ടാവും, കാരണം കുടുംബമൊക്കെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ അവർക്ക് ജോലിയൊക്കെ ഉള്ള ആളാണോ? അല്ല, ഇപ്പൊ ജോലി ഇല്ലെങ്കിലും നല്ല ജോലി വീട്ടിലുണ്ടാവുമല്ലോ. നിങ്ങളെ നോക്കണം, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, എല്ലാം ചെയ്യുന്ന ആളല്ലേ? അപ്പോൾ ആ ഒരു കരുതൽ. അപ്പോൾ ഈ സ്ത്രീകൾ പലപ്പോഴും ചില മുൻകോപികളായിരിക്കാം, അല്ലെങ്കിൽ പരിഭവ പരാതിയൊക്കെ പറയുന്ന സ്വഭാവം കാണിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദേഷ്യം വരുന്നതിന് പകരം അവരെ കുറച്ചുകൂടെ കേൾക്കുക, അവർ പറയാനുള്ളത് എന്താണ് എന്ന് സമാധാനമായിട്ടും സ്നേഹത്തിലും ഒക്കെ ഒന്ന് കേൾക്കുക, അവർക്കൊരു പരിഗണന കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ ഇങ്ങനെയുള്ള പരാതി പറയുന്നതും ഒക്കെ കുറയും. അപ്പോൾ നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ താഴ്ന്നു കൊടുത്താൽ സാധാരണ നമ്മൾ ഈ കുടുംബജീവിതം നന്നായി പോകാൻ ഞങ്ങൾ പറയാറുണ്ട്. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി ആരും ജയിക്കുന്നില്ല. ജയിച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് ജയിക്കൂ, തോറ്റാൽ രണ്ടുപേരും ഒരുമിച്ചേ തോക്കൂ. ഇനി ആരെങ്കിലും ഒരാൾ തോക്കുന്നുവെങ്കിൽ തോക്കുന്ന ആളാണ് ജയിക്കുക. അതായത് നമ്മുടെ ഈ വടംവലി പോലെയാണ്. ഈ വടംവലി കണ്ടിട്ടില്ലേ? വടംവലിയിൽ ബാക്കിലോട്ട് പോകുന്ന ആളല്ലേ ജയിക്കുക. അതുപോലെ കുടുംബജീവിതത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തൊന്ന് തോറ്റു കൊടുത്താൽ ബാക്കിലോട്ട് പോയാൽ ഭാര്യയ്ക്ക് സമാധാനമായിരിക്കും, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കാതെ ഒന്ന് സംയമനം പാലിക്കുക. അവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് എന്ന് കേൾക്കുക. കേട്ടിട്ട് സമാധാനമായിട്ട് നിങ്ങൾ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയവും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നമസ്കാരം.